ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ചധികം സ്പെഷ്യലാണ് കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റിക്കാരനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഓന്റെ വണ്ടി ഓന്റെ ഉപ്പാന്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ ഇപ്പോൾ ശരിക്കും കേട്ടോ, അന്ന് ഫിനൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല ഗായ്സ്. അവിടെ ഞങ്ങളെ അപ്പുറപ്പുറമൊക്കെ ഈച്ചക്കളും പ്രാണികളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പ്ലാനിങ്ങിൽ വെച്ചിരിക്കും. അപ്പൊ ഇൻട്രോയും തമ്പലൈനും ഒന്ന് കണ്ടിട്ട് കത്താത്തവർക്ക് കാര്യം പറഞ്ഞിരട്ടാ. ഇന്ന് നമ്മൾ ഫിനൂട്ടന്റെ 15ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾ ഓനക്ക് വേണ്ടിയിട്ട് ഒരു കിടിലം പ്രാങ്കും ഒരു അടിപൊളി സർപ്രൈസും വെച്ചിട്ടുണ്ട്. മൂർക്കനാട് കേട്ടോ. മൂർക്കനാട് ഒരു കല്യാണ പരിപാടിക്ക് വന്നാണ്. കല്യാണത്തിന് വന്നതല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോന്റെ ബർത്ത്ഡേ നിന്ന്. അപ്പൊ അവൻ പറഞ്ഞ ബർത്ത്ഡേക്ക് ഒരു കിടിലൻ സർപ്രൈസ് കൊടുക്കണടാ, ഈ ഒന്ന് വരണം. അപ്പൊ ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാച്ചിട്ടാണ്. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം. അപ്പോൾ ഏറെക്കുറെ കാര്യം മനസ്സിലായില്ലേ. ഇന്ന് നമ്മൾ ഫിനൂട്ടൻ്റെ 15ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഓൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു ദിവസമായിരിക്കും. കാരണം ഞങ്ങൾ ഓനക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു പ്രാങ്കാണ് കരുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് നിങ്ങൾ മുന്നേ കണ്ടത്. ഫുൾ വീഡിയോ നമുക്കിന്ന് കാണാം കേട്ടോ. കാരണം ഇന്ന് എൻ്റെ അളാമ്മയുടെ മോളെ കല്യാണം കൂടിയാണ് മുറുക്കനാട്. അപ്പോൾ കല്യാണ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ അവനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൂടെ ഒരു അടിപൊളി സർപ്രൈസും കൂടി അവനക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനും കിച്ചു ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണ ഓൻ്റെ ബർത്ത്ഡേക്ക് ഒരു മെയിൻറ്റും കൊടുത്തിട്ടില്ല കേട്ടോ. സാധാരണ നോർമലായിട്ടൊരു വിഷയിൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഓനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓ എല്ലാവർക്കും കല്യാണത്തിൻ്റെ പൊലിവാണ്, നമ്മളെ 15ാമത്തെ ബർത്ത്ഡേ ആയിട്ട് ആർക്കും ഒരു വിലയില്ല എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഓനെങ്ങനെ ട്രോളിങ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നെൻ്റെ ഫിനൂട്ടന് 15ാമത്തെ പുറന്ത നാൾ. കന്നഡ വെച്ചോ? അയ്യോ കന്നഡ വെച്ച ഫിനുക്കുട്ടന് 15 വയസ്സാകുന്നു. ഓലെ കന്നഡ വെച്ചതിന് തുറച്ച് നോക്കുകയാണ്. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ഫിനുവിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഉച്ചക്ക് നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ച് വലിയ ഗ്രാൻഡായിട്ട് ചിക്കൻ ബിരിയാണി കല്യാണത്തിന് വെച്ച് ആഘോഷിക്കുന്നതായിരിക്കും. കയറി വരും ലേച്ചാ. ഫിനുവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ഞങ്ങൾ കല്യാണത്തിന് വലിയ ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ച് ഞങ്ങൾ വരും കേക്ക് വാങ്ങാം അല്ലേ. ആരും കൂടിയുള്ള ഫോട്ടോ എടുത്തില്ലല്ലേ, ഫാമിലി ഫോട്ടോ. അങ്ങനെ ഞാനും കിച്ചും വൈറ്റ് തനുവല്ലേ തന്നെ. ആരത് കണ്ണടൊക്കെ വെച്ചിട്ട് മലന്ന് കിടക്കണൊക്കെ ചാരി ഇരിക്കണൊക്കെ കണ്ണടൊക്കെ വെച്ചിട്ട് ഉറങ്ങിക്കണ. അത് ശരി, കണ്ണട വെച്ചിട്ട് നല്ല ഉറക്കാണല്ലേ. ആറ്റും ബബിളും ബ്ലാക്കും ഞങ്ങളെല്ലാരും വൈറ്റും ആണ് കേട്ടാ. ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബമാണ്. കാക്കു 2 ഉണ്ട്, നിങ്ങളേക്കും ഞങ്ങളേക്കും ഉണ്ട്. 2 ടീമിക്കും കൂടി മിക്സ് ആയിട്ടാണ് കാക്കു. അപ്പൊ ഒന്ന് ഞങ്ങളെ അളാമാന്റെ മോളെ കല്യാണാണ്. അപ്പൊ ഞങ്ങളത് ഒരു ചെരുപ്പ് റൂട്ടുമ്പോ കൊടുക്കണേ. അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് പോവാണ്. അപ്പൊ ഇന്ന് നമ്മളുടെ കല്യാണ വിശേഷങ്ങൾ. പിന്നെ ഇന്ന് വൈകിട്ട് ഫിനൂട്ടന്റെ ബർത്ത്ഡേയിലെ കേക്ക് കട്ടിങ്. ഞങ്ങൾ ഇന്നൊരു കേക്ക് വാങ്ങി കട്ട് ചെയ്ത് 15ാമത്തെ വയസ്സ്. 15 കട്ടിലെ കേക്ക്. അത്ര 15 കട്ടിലെ കേക്കല്ലേ ഈച്ചാ. ഒരു കേക്ക് വാങ്ങിട്ട് നമ്മള് 15 വെട്ടാക്കുന്ന പറഞ്ഞത്. ഒരു കേക്ക് വാങ്ങിട്ട് നമ്മള് 15 കഷ്ണാക്കി മുറിച്ചിട്ട് അതിലൊരു കഷ്ണം ഞങ്ങൾ ഓനക്ക് കൊടുക്കും. അങ്ങനെ പിന്നെയോ ഒരു കേക്ക് വാങ്ങിയിട്ട് 15 മുറി ആക്കിയിട്ട് അതിൽ ഒരു മുറി നമ്മൾ ഇന്ന് ഫിനുവിന് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങളിന്ന് ഒരു 15ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ്. പിന്നെ ഇന്ന് കല്യാണത്തിന് ഞങ്ങൾ ബിരിയാണി കൊടുക്കണ്ടല്ലോ. അപ്പൊ അല്ലെങ്കിൽ 15ാമത്തെ ബർത്ത്ഡേ ഒന്നും നമ്മള് വലിയ കാര്യമാക്കി എടുക്കാൻ പാടില്ല. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഈ വ്ളോഗ് സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ ഇന്നത്തെ ഫുൾ ഡേ വിശേഷങ്ങൾ കാണിച്ചു തരാം അല്ലെ ആറ്റ ബാബുലിയോ. അപ്പൊ ആറ്റ ബാബുലിന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നിപ്പോ 2ാമത്തെ ദിവസം ചാനൽ തുടങ്ങി 2ാമത്തെ ദിവസം ആയപ്പോ 28 സബ്സ്ക്രൈബേഴ്സുമായി ആറ്റ ബാബുലു ചാനൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ചെയ്യാത്തവരൊക്കെ ജയ്ബൂസ് ആൻഡ് കിഡീസ് എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യല്ലേ. നമ്മള് സ്റ്റോറി തുടങ്ങുമ്പോൾ നമ്മളെ ഫാമിലി വ്ളോഗൊക്കെ അതിലായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ ലിങ്ക് നമ്മളുടെ കമന്റിൽ പിൻ ചെയ്തിടാം. എനിക്ക് വൈറ്റ് ഡ്രസ്സ് ഇട്ട് എങ്ങനെയുണ്ട് നിങ്ങളൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫുൾ വൈറ്റിലുള്ള ഡ്രസ്സ് ഇടുന്നത്. അതുവരെ വൈറ്റ് ഡ്രസ്സ് എനിക്ക് എൻ്റെ പെരക്കാരും വൈറ്റ് ഡ്രസ്സ് ചെറുപ്പം മുതലേ എടുത്തവരിലേക്ക് നോക്കാൻ പോരാന്ന്. അങ്ങനെ ഞാനൊരു കല്യാണം കഴിച്ചു വൈറ്റ് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ മാപ്പിളനൊക്കെ വൈറ്റ് ഡ്രസ്സ് എടുത്തൊന്നുക. താത്ത ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ എപ്പോഴും പറയും എന്താ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ഇജ് അതിനായിട്ടില്ല എന്നറിയുന്നുണ്ട്.
അപ്പം ഞാൻ എന്തായാലും ഇന്ന് വൈറ്റ് ഇട്ട് കേട്ടാ. അങ്ങനെ ഇതുവരെ ഫിനൂട്ടിന് ഒരു വിധത്തിലുള്ള സംശയങ്ങളും തോന്നാത്ത കല്യാണ വ്ളോഗ് കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടാ. ഫിനൂട്ടിന് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. കാരണം എല്ലാ ബർത്ത്ഡേക്കും ഞാനും കിച്ചും അതുപോലെ സാക്കു ഉമ്മയൊക്കെ അവനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള എന്തെങ്കിലും പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ അവനക്ക് വാങ്ങി കൊടുക്കലുണ്ട് കേട്ടോ. അതൊക്കെ തന്നെയല്ലേ നമുക്ക് മക്കൾക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്തവണ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു പ്രാങ്കും സർപ്രൈസും ഒക്കെ പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ബർത്ത്ഡേ ഒരു മെയിൻറ്റും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനത്തെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. വന്ന പഠന കസിൻസ് എല്ലാവരും കൂടി ചേർന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി നമ്മളിതാ നമ്മളെ സംഭവ വികാസങ്ങളൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. കിച്ചുവിൻ്റെ ഫ്രണ്ട്സ് അവിടെ പുറത്ത് വെയിറ്റിംഗ് ആണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് അവനെ കാറ് പാർക്കിംഗ് ചെയ്ത് അവിടേക്ക് വിടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അവനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് അങ്ങോട്ട് അയക്കണം. അതിന് മുന്നായിട്ട് ഇവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ കസിൻസിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് സംഭവം ആകെ സീനാവുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോകാമെന്നാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി കാണാട്ടോ. കുറച്ച് മാസം കൂടി കഴിഞ്ഞാൽ ഞാനും വാപ്പയുടെ നസിബ് പീനൂട്ടൻ അവിടെ നല്ല കിടിലും പ്രാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളും പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി അങ്ങോട്ട് പോകുക കേട്ടോ. ഞാൻ അവിടെ എന്താവും എന്നുള്ളത് നോക്കട്ടെ. കിച്ച് ഇവിടെ നിന്നിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്താവും എന്നുള്ളത് കേട്ടോ. മണ്ടല്ലേ പാപ്പ അങ്ങോട്ട് നോക്കണ്ട അങ്ങോട്ട് നോക്കണ്ട പിന്നെ വിളിക്കുന്നുണ്ട്. അവർ സീനാക്കി കഴിഞ്ഞാൽ അവനോട് എൻ്റെ വാപ്പാനും ഉമ്മാനും വിളിക്കുന്നുണ്ട് വിളിപ്പിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ വിളിക്കണ നേരത്തെ വേണം നമുക്ക് ഇവിടെ നിന്നിട്ട് പോവാൻ. എന്താ പോലെ റീസൺ ഇട്ടിക്കണാണാവോ അതവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. എന്ത് റീസൺ ഇട്ടിട്ടാണ് പോലെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് അറിയില്ല. അവരവിടെ ഭയങ്കരമായിട്ട് സീനാക്കിയിട്ട് ഫിനൂട്ടിനെ എന്തോ ട്രാപ്പിൽ പെടുത്തിട്ട് വാപ്പാനും ഉമ്മാനും വിളിക്കുന്നുണ്ട് പറഞ്ഞേച്ചിങ്ങനെ കേട്ടോ. അപ്പോൾ കിച്ചുവിനെ ഫോൺ വിളിച്ചിട്ടുണ്ട്. ഇനി അവിടെ എത്തിയതിൻ്റെ ശേഷം എന്താണ് അവർ പറഞ്ഞു നോക്കണം. മുന്നേ പ്ലാൻ ചെയ്ത പ്രകാരം കാറിലൊരു സാധനം വെച്ച് മറന്ന് ഓഡിറ്റോറിയത്തിലെത്തി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കാറിൻ്റെ കീയും കൊടുത്തിട്ട് അത് എടുത്തിട്ട് വായോ എന്നും പറഞ്ഞ് ഫിനുവിനെ ഞാൻ പാർക്കിങ്ങിലേക്ക് വിട്ടതാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവരവിടെ എന്താണ് ചെയ്തത് പറഞ്ഞതെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അവൻ്റെ കോള് വരുന്ന സമയത്ത് നമ്മളോട് എല്ലാവരോടും കൂടി അങ്ങോട്ട് ചെല്ലാനാണ് റഷീദും റഫീഖും പറഞ്ഞിട്ടുള്ളത്. റഷീദും റഫീഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അവർ ഇൻസ്റ്റയിൽ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടീംസാണ്. വൈബ്രു എന്നാണ് അവൻ്റെ ഇൻസ്റ്റാ നെയിം വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കണമെങ്കിലോ ഇതുപോലെ പ്രാങ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലോ ഇനി വല്ല പ്രൊമോഷൻ വൈസ് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റാക്കിയിട്ട് ചെയ്ത് തരും കേട്ടോ. ഇനിയിപ്പോൾ ഫിനൂട്ടന് എന്തൊക്കെയാണ് അവർ കൊടുത്ത പണി എന്നുള്ളത് നമുക്ക് അവരെ വീഡിയോയിൽ കാണാം. ഫുൾ ടീം വരുന്നുണ്ട്. അവൻ്റെ ഉമ്മേനത് ഉമ്മാനെ പിന്നെ എല്ലാവർക്കും അറിയിക്കുന്നതാ. ജയ്ബൂസ് വേൾഡ് ഭയങ്കര യൂട്യൂബറാണ്. അപ്പൊ അത് പിന്നെ പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവരെ മക്കൾ എന്തുവാ രണ്ട് മക്കൾ അപ്പൊ നമ്മളെ ഫ്രണ്ടാണ്. അപ്പൊ എങ്ങനെയുണ്ട് ബർത്ത്ഡേ ആയിട്ട് എന്താണ് ഗിഫ്റ്റ് ഒക്കെ തരാം? എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? ഒന്നുമില്ല. 15 വയസ്സൊക്കെ ഗിഫ്റ്റ് ഒന്നുമില്ലല്ലേ? എന്നാലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കണ്ടേ? ഞങ്ങളവിടെ കല്യാണത്തിന് ബിരിയാണി വെച്ചിട്ടുണ്ട്. ചോദിച്ചോണ്ട് ഒരു ഗിഫ്റ്റ് ഞാൻ തരുന്നുണ്ട്. അവിടെ വെയിറ്റ് ഫിനൂട്ടനുള്ള പ്രാങ്കും കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ അവർ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സംഭവങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഫിനുവിൻ്റെ ഫേസ് കാണുമ്പോൾ അറിയാണ്ട് ഇവിടെ എന്തൊക്കെ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും സംഭവിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണാം കേട്ടോ. അതിന് മുന്നായിട്ട് നമ്മൾ ഫിനൂട്ടന് വാങ്ങി വെച്ചിട്ടുള്ള കുറച്ച് സർപ്രൈസുകളൊക്കെ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അവനക്ക് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഓൾഡ് ഫോട്ടോസ് മുതൽ ഇപ്പോഴത്തെ വരെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ആൽബംസും അതുപോലെ തന്നെ ഒരു ടീഷർട്ടും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ഷംനയുടെ മോളാണ് ഇത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ഡീറ്റെയിൽസും കൂടി കമൻറ്റിൽ കൊടുക്കട്ടെ. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ കിച്ചു ഖത്തറിൽ തന്നെ അവനക്ക് ഒരു ടാബും ഗിഫ്റ്റായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അവൻ കാണാതെ ഞങ്ങൾ ഒളിച്ചും പാത്തുകൊണ്ട് ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സർപ്രൈസ് ഒക്കെ അവനക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. സാക്ക് ഓർഡർ ചെയ്ത പ്രകാരം ഷംനന്നെയാണ് കേട്ടോ ഫിനൂട്ടന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ കേക്ക് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഫിനൂട്ടൻ്റെ പ്രാങ്ക് വീഡിയോ കാണാം കേട്ടോ. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ആ വീഡിയോയിൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റിക്കാരനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഓൻ്റെ വണ്ടി ഓൻ്റെ ഉപ്പാൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മൂർക്കനാട് കേട്ടോ. മൂർക്കനാട് ഒരു കല്യാണ പരിപാടിക്ക് വന്നാണ്. കല്യാണത്തിന് വന്നതല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേ നിന്ന്. അപ്പോൾ അവൻ പറഞ്ഞ് ബർത്ത്ഡേക്ക് ഒരു കിഡിലും സർപ്രൈസ് കൊടുക്കണടാ, ഈ ഒന്ന് വരണം. അപ്പോൾ ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാച്ചിട്ടാണ്. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം. വരുന്നുണ്ട്
മൂർക്കനാട് ആരുതാ നിങ്ങളതാ ഇത് ഇന്നലെ രാത്രി ഇവിടെ വന്നിന്നാ ഇന്ന് രാത്രി വന്നിന്നല്ലേ ഈ വണ്ടി ഇത് തട്ടിപ്പോയത് അതാ ഞാൻ ചോദിക്കണേ ഈ വണ്ടി വന്നിന്നില്ല ആരാറിന് ഇതാരും ഓടിക്കണ വണ്ടി പന വിളിക്കും അല്ല ഇത് അല്ല അടക്ക് പന വിളിച്ചോ കാര്യം പറ ഇത് ഇങ്ങനെ തട്ടിട്ട് നിങ്ങൾ നിർത്താതെ പോക്കേണ് ചൂടാവരുത് ഇത് ഇന്നലെ തട്ടിട്ട് ഒരു കുട്ടിയെ തട്ടിട്ട് പന വിളിക്കേ ഇപ്പാനെങ്ങനെ ഫോണിൽ കണ്ടിട്ട് ഇരിച്ചാണ്ട് പോയാലെങ്ങനെ വണ്ടി പാർക്ക് ചെയ്യുമ്പോ നല്ലപോലെ പാർക്ക് ചെയ്യണം കേട്ടാ ഇല്ലാത്തതല്ല ഇന്നലെ നിങ്ങൾ വന്നിട്ട് ഈ നമ്പറാ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് 522763 പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോക്കാം ഒരു ഉത്തരവാദിത്തമില്ലല്ലോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ചെറിയ കുട്ടീനെ തട്ടിക്കാണ്ട് പോക്കാം ഞാൻ ഇന്നലെ നോട്ട് ചെയ്തിരുന്നത് എവിടേക്ക് ഉണ്ടാക്കണ് നല്ലപോലെ സംസാരിക്കുക ഇത് എത്രയാണ് പഠിക്കണേ 10 നല്ല മാന്യമായിട്ട് സംസാരിക്കുക എങ്ങനെ ഇത് എവിടെ വീടാന്റെ കുറ്റിപ്പുറം എവിടെയാണ് വീട് പറയും കുറ്റിപ്പുറം പള്ളിപ്പടിയുടെ ഇന്ന് ബർത്ത്ഡേ ആണ് എന്റെ ചെറുതായിട്ട് പൂജിട്ടിട്ട് വന്നോളൂ കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലായത് അവർക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഇതാണ് ടപ്പ അപ്പൊ ഉപ്പ ഇവിടെ വന്നിട്ടുണ്ട് ഉമ്മി വന്നിട്ട് ഒരു ടാബാണ് കൊടുക്കുന്നത് അപ്പൊ ഒന്ന് പിടിച്ചോ അപ്പൊ ഒരുപാട് ഫ്രണ്ട്സും ഫാമിലി ഇതൊക്കെ നിങ്ങൾ ആരെ കല്യാണം ആയിരുന്നു അപ്പോൾ ഇതാണ് ഫിനൂട്ടനെ കലിപ്പിലാക്കിയ ബർത്ത്ഡേ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ കുറച്ച് സമയത്തിനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കലിപ്പ രൂപം ഒന്ന് കാണാൻ പറ്റി പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ജയ്ബൂസ് വേൾഡിലുള്ള നമ്മളെ ഇൻസ്റ്റാ പേജിലോ അല്ലെങ്കിൽ റഷീദ് വൈബ്രു എന്നുള്ള ഇൻസ്റ്റാ പേജിലോ കയറി നോക്കിയാൽ കാണാൻ പറ്റൂട്ടാ അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് തന്ന ഇവർക്ക് ഒരുപാട് താങ്ക്സ് ഇങ്ങനെ ഒരു സർപ്രൈസ് അല്ല ഇങ്ങനെ ഒരു പ്രാങ്കും എനിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഓൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ശരിക്കും കാണാൻ പറ്റിയിട്ടാ അപ്പൊ പറഞ്ഞു നിന്റെ കുട്ടി കറിയണ പോകുന്നു കുട്ടി ചൂടാത്രായത് വണ്ടി ഇടിച്ച് കുട്ടിക്ക് ആക്സിഡന്റ് ആയി എന്നൊക്കെ പറഞ്ഞ ഇല്ലാത്ത പറയരുത് പറഞ്ഞ അന്നെ അപ്പൊ എന്നെ പിടിച്ച ജോലിയോടല്ലേ എന്റെ ബാപ്പാക്ക് വിളിക്കാറുണ്ടാവും ആദ്യമല്ലോ ഞാൻ ഒരിടെ അത് ആദ്യം പ്രത്യേകം പറഞ്ഞത് ഓനെ കൊണ്ട് ഞങ്ങളെ വിളിപ്പിക്കണം അപ്പോഴേ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ